भद्रं कर्णेभिः शृणुयाम देवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवांसस्तनोभिर्व्यशेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नः तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु। ओम शांति शांति शांति। ओम മഹാശാലനായ ശൗനകൻ അനേക ശാലകൾ നടത്തുന്ന വലിയ വ്യവസായിയായ, അതുകൊണ്ട് തന്നെ സമ്പന്നനും സമൂഹത്തിൽ പ്രഭാവവുമുള്ളവനായ ശൗനകൻ വിധിപ്രകാരം അങ്കിരസിനെ പ്രാപിച്ചു. ചോദിച്ചു, എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായിത്തീരും. തുടർന്ന് തസ്മൈ സഹോവാച ദ്വേ വിദ്യേ വേദിതവ്യേ ഇതിഹസ്മയത് ബ്രഹ്മവിദോ വദന്തി പരാചൈവ പരാച. തസ്മൈ സഹോവാച ദ്വേ വിദ്യേ വേദിതവ്യേ ഇതി ഹസ്മയത് ബ്രഹ്മവിദോ വദന്തി പരാചൈവ പരാച. തസ്മൈ അവനോടായിക്കൊണ്ട് ചാൽ ശൗനകനോട്, സഹ അവൻ, അങ്കിരസ്, ഉവാച ഹ പറഞ്ഞു പോൽ. അപ്പോൾ മറുപടിയായിട്ട് അങ്കിരസ് ഉപദേശിച്ചു. ഇത്രയുള്ളൂ. എന്താ ഉപദേശിച്ചത്? ദ്വേ വിദ്യേ വേദിതവ്യേ ഇതി. ചോദ്യത്തിനല്ല ഉത്തരം. ഞാൻ ചോദിച്ചതിന് മറുപടി പറയുമെന്ന് ഗുരുനാഥനോട് ശിഷ്യന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങളൊന്നും ഉണ്ടാവില്ല. ചോദിച്ചതിൽ കവിഞ്ഞ് പറയാനാണ് ഗുരു, പറയുന്നവനാണ് ഗുരു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചോദ്യത്തിന് ശരിക്ക് കസ്മിൻ വിജ്ഞാതേ ഇതം സർവം വിജ്ഞാതം ഭവതി എന്നുള്ളതിന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ ആത്മനി വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി എന്നാണ്. അല്ലെങ്കിൽ ബ്രഹ്മണി വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി എന്ന് പറഞ്ഞാൽ മതി. അതാണ് ഉത്തരം. ആത്മാവിനെ അഥവാ ബ്രഹ്മത്തെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി എന്നാണ് പറയേണ്ടത്. പക്ഷെ അതങ്ങനെയല്ല പറയണത്, വളരെ വിസ്തൃതമായിട്ടാണ്. കാരണം ഒരു വ്യക്തിക്കുള്ളിൽ തന്നെ അനേക ഘടകങ്ങളുണ്ട്. ഒരു വ്യക്തിക്കുള്ളിൽ തന്നെ, സമാജത്തിൽ പിന്നെ പറയേണ്ടതില്ല, ഒരു വ്യക്തിക്കുള്ളിൽ തന്നെ ചോദ്യകർത്താവിൻ്റെ ഭാവത്തിൽ കവിഞ്ഞ് യുക്തി വിചാരം ചെയ്യുന്ന ആളുണ്ട്, സംശയിക്കുന്ന ആളുണ്ട്, ചോദ്യങ്ങളെ ഉന്നയിക്കുന്ന ആളുണ്ട്, നിഷേധിയുണ്ട്, ബാലനുണ്ട്, വൃദ്ധനുണ്ട്, ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഒരു ഭാവം പുറത്ത് വന്നു എന്ന് വിചാരിക്കുക, അതുകൊണ്ട് ആ ഭാവേ നമുക്കുള്ളൂ എന്ന് അർത്ഥമില്ല. വേറൊരു സന്ദർഭത്തിൽ വേറെ ഭാവം വരുമ്പോൾ അയ്യേ അന്ന് ഞാൻ മനസ്സിലാക്കിയത് ശരിയല്ലല്ലോ, അയാൾ ശരിയല്ലല്ലോ എന്നൊക്കെ നമുക്ക് തന്നെ തോന്നും. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ പല ഭാവങ്ങളുണ്ട്. ശരിയല്ല? അതെ. അതുകൊണ്ടാണ് ഒരിക്കൽ ചെയ്തതിനെക്കുറിച്ച് പിന്നെ നമുക്ക് ചിന്ത വരും, അയ്യേ അന്നത് ചെയ്തത് ശരിയായില്ല. അന്നറിയില്ല, അന്നറിയില്ല. കാരണം അന്ന് നമ്മളുടെ പുറത്തേക്ക് വന്ന ഭാവം ഒന്നാണ്, അന്യഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഗുരുനാഥൻ ഉപദേശിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ അനേക വ്യക്തിത്വ തലങ്ങളെ ഉള്ളിൽ കണ്ടുകൊണ്ട്
അതിൽ നിന്ന് നാളെ വന്നു ചേരാവുന്ന ചോദ്യങ്ങൾക്കടക്കം സമാധാനം പറഞ്ഞുകൊണ്ടാണ് ഗുരു ഉപദേശിക്കുക. കാരണം അവന് നാളെ വരാവുന്ന വിവിധ മേഖലകളിലുള്ള ചോദ്യങ്ങൾക്ക് ഇന്നേ ഉത്തരം പറഞ്ഞു കൊടുത്ത് കഴിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമാണിത്, അല്ലേ? ഒരിക്കൽ ചെയ്തതിനെക്കുറിച്ച് പിന്നെ ചിന്ത വരും. ഒരിക്കൽ നല്ലോണം മനസ്സിലാക്കി എന്നുള്ള വിഷയം പിന്നെ വീണ്ടും സംശയം വരും. കാരണം അത് വേറൊരു ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴാണ് സംശയം വരുന്നത്. അതുകൊണ്ട് വേദാന്തോപദേശത്തിൽ എല്ലാത്തിലും, മുണ്ടകോപനിഷത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഒരു വ്യക്തിക്ക് സാധ്യമാകുന്ന അനേക തലങ്ങളെ നോക്കിക്കണ്ട് ആ തലങ്ങളെയൊക്കെ സമാധാനിപ്പിക്കുന്ന രീതിയിലാണ് ഉപദേശം കൊടുക്കുക. അതുകൊണ്ടാണ് ശിഷ്യൻ ചോദിച്ചതിന് മാത്രമല്ല ഗുരു ഉപദേശിക്കുക എന്ന് പറഞ്ഞത്. രണ്ടാം അധ്യായം 7-ാം ശ്ലോകത്തിൽ ഭഗവത്ഗീതയിൽ അർജുനൻ ചോദിച്ചതിനാണോ ഭഗവാൻ മറുപടി പറഞ്ഞേ? അല്ല, അർജുനൻ ചിന്തിക്കുക പോലും ചെയ്യാത്തതാ ഭഗവാൻ മറുപടി പറഞ്ഞേ. എന്നാൽ ക്രമമായി ചോദ്യങ്ങൾ ഉന്നയിച്ച് അർജുനന് വേണ്ട അടുത്ത് ഭഗവാൻ എത്തിക്കും. അതിന് പക്ഷേ 18 അധ്യായം വരെ കാത്തിരിക്കണം. പെട്ടെന്ന് പോക്കറ്റിലാക്കി പോകാമെന്ന് വിചാരിക്കുന്നവർക്ക് പറ്റില്ല. അത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഗുരു പറയാണ്, ദ്വേ വിദ്യേ വേദിതവ്യേ, 2 വിദ്യകൾ അറിയപ്പെടേണ്ടതായിട്ടുണ്ട്. ഇത് ശിഷ്യൻ ചോദിച്ചത് നേരെ വിപരീത. ശിഷ്യൻ ചോദിച്ചത് എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീർന്നുള്ള ഒരു വിദ്യയാണ്. ഗുരു പറയുകയാണ് 2 വിദ്യകൾ അറിയപ്പെടേണ്ടതായിട്ടുണ്ട്. പരാചൈവ അപരാച, പരാവിദ്യയും അപരാവിദ്യയും. ഇത് ഇപ്രകാരം പറഞ്ഞു. രണ്ട് വിദ്യകൾ അറിയപ്പെടേണ്ടതായിട്ടുണ്ട്, പരാവിദ്യയും അപരാവിദ്യയും. ഇതൊക്കെ ആരാ പറയണത്? പറയാം. ബ്രഹ്മവിദോ വദന്തി സ്മ, ബ്രഹ്മവിത്തുക്കൾ പറഞ്ഞു. ഇപ്രകാരം ബ്രഹ്മജ്ഞാനികൾ പറഞ്ഞു. വർത്തമാനകാല പ്രയോഗത്തിൻ്റെ കൂടെ സ്മ ചേർത്താൽ ഭൂതകാലാവും. സംസ്കൃതത്തിൻ്റെ ഒരു വിശേഷ. ഏതെങ്കിലും ഭൂതകാലക്രിയ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല എന്ന് വിചാരിച്ചോളൂ, വളരെ എളുപ്പമാണ്. വർത്തമാനക്രിയ പറഞ്ഞിട്ട് സ്മ കൂട്ടിച്ചേർത്താൽ മതി. ഇപ്പോൾ അവൻ പറഞ്ഞു എന്നുള്ളതിന് ഇപ്പോൾ അവദത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, അത് ഓർമ്മ വന്നില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? വദതി സ്മ. വദതി എന്ന് പറഞ്ഞാൽ പറയുന്നു എന്നാണ് വർത്തമാനകാല. പക്ഷെ സ്മ കൂട്ടിയാൽ ഉടനെ ഭൂതകാലാവും. അങ്ങനെ ചെയ്യരുതേ. അപ്പോൾ നമുക്ക് ദരിദ്രന്മാരായി പോകും. നമ്മൾ സമ്പന്നമായ സംസ്കൃതത്തിൻ്റെ മഹിമ അറിയാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ ദരിദ്രന്മാരായി പോകും. എന്നാലും തെറ്റാതെ സംസ്കൃതത്തിലൊരു ഉപായ പറഞ്ഞത്, അതാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ബ്രഹ്മവിദ വദന്തി സ്മ, ബ്രഹ്മവിത്തുക്കൾ പറഞ്ഞു. ഇത് ഞാനായിട്ട് പറയുന്നല്ലടോ, പൂർവികന്മാരായ ബ്രഹ്മജ്ഞാനികൾ പറഞ്ഞതാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത്. പുതുതായിട്ടൊന്നും പറഞ്ഞു തരാനില്ല. എന്തൊക്കെ പറഞ്ഞു തരാൻ പുതുതായിട്ട് ഞാൻ ഉണ്ടാക്കലുണ്ടോ അത് ഋഷിപ്രോക്തങ്ങളായ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതൊക്കെ പണ്ടേ പറഞ്ഞു വെച്ചതാണ്. അതെ, ഒരു രസകരമായൊരു അനുഭവം ഓർമ്മിക്കുകയാണ്. ആളെ പേരൊന്നും പറയുന്നില്ല. 2 പേര്, അതിലൊരാൾ പ്രസിദ്ധനാണ്, ഒരാൾ അത്ര പ്രസിദ്ധനല്ല. 2 പേര് ആശ്രമത്തിൽ വന്നു. വളരെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. സ്വാമിജിയുടെ ചില മൊഴിമുത്തുകൾ പ്രസിദ്ധീകരിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ചിദാനന്ദപുരി സ്വാമിയുടെ മൊഴിമുത്തുകൾ.
അപ്പോൾ സ്വാമിയുടെ കുറേ വാക്യങ്ങൾ ഞങ്ങൾ കമ്പൈൽ ചെയ്തിട്ടൊരു പുസ്തകമാക്കി ഇറക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചിദാനന്ദപുരി സ്വാമിക്ക് മൊഴിയുമില്ല മുത്തുമില്ല. എന്ത് മൊഴിമുത്താണുള്ളത്? പൂർവാചാര്യന്മാർ പറഞ്ഞതല്ലാതെ പുതുതായിട്ടൊന്നും പറയാനില്ല. ഋഷിമാർ പറഞ്ഞതിന് അവരെ വാക്ക് നിങ്ങോട്ട് അടർത്തി എടുത്തിട്ട് ഞാൻ പറയുകയാണെന്നുള്ള ഭാവത്തിൽ പറയാമെന്നല്ലാതെ കണ്ട് പുതുതായിട്ടൊന്നും പറയാനില്ല. അവരെന്ത് പറഞ്ഞോ അതേ ഉള്ളൂ ഇനിയും പറയാൻ. നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ശാസ്ത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ പണ്ടേ പറഞ്ഞു വെച്ചത്. അപ്പം നമുക്ക് എന്താ സാധിക്കുക? ഭാഷയൊന്ന് മാറ്റി പറയുക, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ചില ശൈലികളൊക്കെ ചേർക്കുക, അതൊക്കെ പറ്റും. അതുകൊണ്ട് ഉപനിഷത്തിലൊക്കെ ഭഗവാൻ ഗീത ഉപദേശിക്കുമ്പോൾ ആവർത്തിച്ച് ഉച്യതേ 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 ഇങ്ങനെ പറയപ്പെടുന്നു എന്ന് പറയും. ആരാൽ? പൂർവികന്മാരാൽ. അത് കണ്ട് ഉപനിഷത്ത് പോയാൽ അവിടെ ഇത് തന്നെയാണ് പറയുക. ഇത് ശുശ്രൂമ പൂർവേഷാം, പൂർവികന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അത് തന്നെയാണ്. കണ്ടു, ബ്രഹ്മവിദ വദന്തി സ്മ, ബ്രഹ്മവിത്തുക്കൾ ഇപ്രകാരം പറഞ്ഞു. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞു തരുന്നത്, പുതുതായിട്ടൊന്നും പറയാനില്ല. പിന്നെ സ്വാമിക്കൊരു പത്രാസ്, എന്ത് സ്വാമിയുടെ മൊഴിമുത്തുകൾ എന്നൊക്കെ പറഞ്ഞ് അടിച്ചിറക്കിയാൽ ഒരു സന്തോഷം. എന്താ ഉള്ളത്? ഒന്നുമില്ല. ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് ഓരോ വിഡ്ഢികൾ ഓരോന്ന് ചെയ്യും. ഇന്നാളൊരു അമ്പലത്തിൻ്റെ നോട്ടീസ് കണ്ടു. ഒരു എന്തായാലും പറയുക, ഒരു വലുത് പുസ്തക രൂപത്തിൽ ഒരു ബുക്ക്ലെറ്റായിട്ട് അതിൽ ഓരോ ദിവസത്തെ പരിപാടിയുണ്ട്. ആ പരിപാടി അടിയിൽ ഓരോരുത്തരുടെ വാക്യങ്ങളുണ്ട്. ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യപ്രാപ്തി വരെ നിൽക്കരുത്, സ്വാമി വിവേകാനന്ദൻ ആണല്ലോ. ശരിയാണ്. അങ്ങനെ കുറച്ച് പേജ് മറച്ചു നോക്കിയപ്പോൾ ചിദാനന്ദപുരി സ്വാമിയുടെ ഉണ്ട്. അഭ്യുദയ നിശ്രേയസങ്ങളെ പ്രാപിക്കുന്നതിനുള്ള മാർഗമാകുന്നു ധർമ്മം, സ്വാമി ചിദാനന്ദപുരി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് ശങ്കരാചാര്യരുടെ വാക്യത്തിൻ്റെ നേർതർജ്ജമയാണ്. നേർതർജ്ജമ. പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതുഹു യഹ സഹ ധർമ്മ. ശങ്കരാചാര്യരുടെ വാക്യ. നാട്ടുകാരെന്ത് വിചാരിക്കും? ഇത് ചിദാനന്ദപുരി സ്വാമി അടിച്ചു മാറ്റി സ്വാമി, ഞാൻ അറിയാൻ കൂടിയില്ല. ഇങ്ങനെയാണ് സ്വന്തം പേരിൽ ആക്കി മാറ്റുക. ഞാൻ സത്യം പറഞ്ഞ അറിയില്ല, ഞാനതിൽ കുറ്റക്കാരനല്ല, ഞാൻ അറിയില്ല, അറിഞ്ഞാൽ സമ്മതിക്കില്ല. ഇങ്ങനെ ഓരോരുത്തർ അവനവൻ്റെ പേരിൽ അടിച്ചിറക്കുകയാണ്. എന്നാൽ ഒരു കടപ്പാടെങ്കിലും കാണിക്കണ്ടേ? ശങ്കരാചാര്യരുടെ കടപ്പാടെന്ന് അതില്ല. വലിയ പ്രശ്നമാണ്. ഇത് ചിന്തിച്ച് വയ്ക്കാൻ നല്ലതാട്ടോ. ആരെയും പുതിയ ഗ്രന്ഥം എഴുതുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയണത്. ഗ്രന്ഥങ്ങളൊക്കെ എഴുതാം, നമുക്ക് എഴുതുകയും വേണം. ഒരുപാട് പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ വരണം, കാലത്തിനനുസരിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വരണം. പക്ഷെ പൂർവികന്മാർ ഋഷിമാർ പറഞ്ഞതിൽ കവിഞ്ഞ് നമുക്കൊന്നും പറയാനില്ല എന്നുള്ള ബോധം വേണം. അതുകൊണ്ട് ഇവിടെ ശാരിക്ക് പറഞ്ഞത് ഞാനായിട്ട് പറയണതല്ല. എന്ത്? ദ്വേ വിദ്യേ വേദിതവ്യേ എന്ന് ഞാനായിട്ട് പറയണതല്ല. പിന്നെയോ ബ്രഹ്മവിദോ വദന്തി സ്മ, ബ്രഹ്മവിത്തുക്കൾ പറഞ്ഞു. ഏതാണ് ഈ രണ്ട് വിദ്യകൾ? പരാച അപരാച. പരാചൈവ പരാച, പരാച അപരാച ഏവ, പരയും അപരയും. അപ്പോൾ വിദ്യ എന്നുള്ളതിൽ നിന്ന് ദ്വിവചനം മാറ്റി ഏകവചനാക്കി രണ്ടിനോടും ചേർക്കണം. പരാവിദ്യ അപരാവിദ്യ. പരാവിദ്യ ഏറ്റവും പ്രകൃഷ്ടമായ, ഏറ്റവും ഉന്നതയായ വിദ്യ. അതിനേക്കാൾ കവിഞ്ഞ് മറ്റൊന്നില്ലാത്തതാണ് പര. അപ്പോൾ അപര എന്ന് പറഞ്ഞാലോ അത്ര പരയല്ലാത്തത്, ഏറ്റവും ഉയർന്നതും, താണെന്നാരും പറഞ്ഞേക്കരുതേ, അത്ര ഉയർന്നതല്ലാത്തതും. ഇങ്ങനെ രണ്ട് തരത്തിൽ വിദ്യകളെ വിഭജിച്ചു. മികച്ചതും
മോശമെന്ന് പറയരുത്, അത്ര മികച്ചതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും മികച്ചത് തന്നെയാണ്. ഏറ്റവും മികച്ചതും എന്ന് പറയാം, അതിന് കുഴപ്പമില്ല. ഒരു വിദ്യയെയും മോശമായി കാണരുത്. എല്ലാ വിദ്യയെയും ആദരിക്കാനുള്ള മനോഭാവം നമുക്ക് വേണം, എല്ലാ വിദ്യകളെയും. എന്തൊക്കെ വിദ്യകളാണ്! ചോരവിദ്യ വരെ ഉണ്ടായിരുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടില്ലേ? ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടെന്നാ. മോഷണത്തിൻ്റെ വിദ്യ. നല്ല കള്ളനാവുന്നത് എങ്ങനെയാണ്? എന്താ കള്ളനായ വിജയിക്കണ്ടേ? കക്കാൻ പോവുകയാണെങ്കിൽ കക്കൽ വിജയിക്കണ്ടേ? ഉണ്ടാ അല്ലാണ്ട് കണ്ടവനാൾ പിടിക്കപ്പെട്ട് അടി കിട്ടുക കാണിച്ചാൽ പിന്നെ എന്തിനാ പണിക്ക് പോണത്? മോഷ്ടിക്കാൻ അറിയണം. എന്തൊക്കെ വിദ്യകളാണ്! എല്ലാ വിദ്യകളും ഉണ്ട്. പരാചൈവ അപരാച, പരാവിദ്യയും അപരാവിദ്യയും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. ഇപ്പോൾ ഇവിടെ വിസ്തരിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മന്ത്രം പഠിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ വിസ്തരിക്കുന്നില്ല. ഇവിടെ അത്ര മാത്രം മനസ്സിലാക്കുക, പരാവിദ്യയെന്നും അപരാവിദ്യയെന്നും രണ്ട് വിദ്യകൾ അറിയപ്പെടേണ്ടതാണ് എന്ന് ബ്രഹ്മജ്ഞാനികൾ പറഞ്ഞു. ഏതൊക്കെയായി പരാവിദ്യ അപരാവിദ്യയും പറയുന്നു. തത്രാപരാ ഋഗ്വേദോ യജുർവേദ സാമവേദോധർവവേദ ശിക്ഷാ കൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി അഥ പരാ യയാ തദക്ഷരമധിഗമ്യതേ. തത്രാപരാ ഋഗ്വേദോ യജുർവേദ സാമവേദോധർവവേദ ശിക്ഷാ കൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. അഥ പരാ യയാ തദക്ഷരമധിഗമ്യതേ. തത്ര അവിടെ, അതിൽ. തത്ര എന്ന് പറഞ്ഞാൽ അതിൽ അഥവാ അവിടെ. എവിടെ? ഈ രണ്ടായി പിരിഞ്ഞ വിദ്യകളിൽ, പരാപരാവിദ്യകളിൽ ആദ്യം ഞാൻ അപരാവിദ്യ ഏതാന്ന് പറയാം. ആദ്യം തന്നെ നാട്ടുകാരെ പരാവിദ്യ പോയി പഠിപ്പിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് പറ്റിപ്പോകുന്ന ഏറ്റവും വലിയൊരു കുഴപ്പമാണ്, ആദ്യം തന്നെ ഉപനിഷത്ത് അങ്ങോട്ട് പഠിപ്പിക്കും. അനർത്ഥാണ്. ധർമ്മം പഠിപ്പിക്കണം, ധർമ്മശാസ്ത്രം പഠിപ്പിക്കണം, ആചാരാനുഷ്ഠാനങ്ങളെ പഠിപ്പിക്കണം, ഭക്തിമാർഗത്തിൽ പ്രവർത്തിക്കാൻ ശീലിപ്പിക്കണം, സൽക്കർമ്മങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി വേദാന്തം പഠിപ്പിക്കുക. അത് വലിയ കുഴപ്പമാണ്. ചില സ്ഥലത്തൊക്കെ പറയാറുണ്ട്, സ്വാമി അമ്പലത്തിൽ പാഠശാല ഉണ്ട്. സന്തോഷം, കേട്ടപ്പോൾ തന്നെ സന്തോഷം. ഞങ്ങൾ ഗീത പഠിപ്പിക്കേണ്ട കുട്ടികളെ അയ്യാപ്പം കെട്ടാൻ പാടില്ല. കുട്ടികളെ ഗീത പഠിപ്പിക്കാൻ പാടുണ്ടോ? ഗീത ശ്ലോകം ചൊല്ലി പഠിപ്പിക്കാം, കാണാതെ പഠിപ്പിക്കാം. അത് കുട്ടികളാകുമ്പോൾ വേണം കാണാതെ ചൊല്ലി പഠിക്കേണ്ടത്. പക്ഷെ ഗീതാർത്ഥം കുട്ടികളെ പഠിപ്പിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഗീത ചൊല്ലി പഠിപ്പിക്കുക, കാണാതെ പഠിപ്പിക്കുക, ഹൃദിഷ്ഠമാക്കുക. അവർ ഗീതാർത്ഥമൊക്കെ മുതിർന്നവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. കാരണം മോക്ഷശാസ്ത്രം ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കരുത്, ധർമ്മശാസ്ത്രമാണ്. ഗീതയിൽ നിന്ന് ചില സെലക്ട് ചെയ്ത് ചില ശ്ലോകങ്ങളാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അത് നല്ലതാണ്. അല്ല, ഗീത മുഴുവൻ പഠിപ്പിക്കരുത് കുട്ടികളെ. ഗീത മുഴുവൻ പഠിപ്പിക്കാം, ചൊല്ലി പഠിപ്പിക്കാം, ഹൃദിഷ്ഠമാക്കട്ടെ അവർ ശ്ലോകങ്ങൾ, അത് നല്ലതാണ്. നമുക്ക് എത്ര ഉണ്ട്? 18 പുരാണങ്ങൾ, 2 ഇതിഹാസങ്ങൾ, കഥാ പ്രപഞ്ചം തന്നെയുണ്ട് നമുക്ക്. എന്തൊക്കെ സദ്ഗുണങ്ങൾ! 2 മാന്തന്മാരായിട്ടുള്ള കുട്ടികളെ ചക്രവർത്തിമാരാക്കി മാറ്റിയ പഞ്ചതന്ത്രം നമുക്കില്ലേ? ഹിതോപദേശം നമുക്കില്ലേ? വെറൊരു ഗീതയുള്ളൂ.
നമ്മളെന്താ ദരിദ്രരോ? പ്രത്യേകം ശ്രദ്ധിക്കണം. പുരാണങ്ങൾ എത്രയാ? 18 എന്നാണ് പറയാൻ തോന്നണില്ല. എന്തുകൊണ്ട് തോന്നണില്ല എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞു. ഭാഗവതം തന്നെ ഭാഗവതം രണ്ടുണ്ട്, ദേവി ഭാഗവതവും ശ്രീമദ് ഭാഗവതവും ഇല്ലേ? അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ പുരാണങ്ങൾക്കൊക്കെ കണക്കുണ്ടോയെന്നാ ചോദ്യം. അത്ര വിപുലാണ്. ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് കുട്ടികളെ. മറ്റത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യും. ആദ്യം തന്നെ ഒന്നും വേണ്ടാന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പ്രശ്നമായി. ഒന്നും വേണ്ടാന്ന് പറയണമെങ്കിൽ ആദ്യം എന്തെങ്കിലും വേണ്ടേ? ഉപേക്ഷിക്കണമെങ്കിൽ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? കയ്യിലൊന്നുമില്ലാതെ എന്ത് ഉപേക്ഷിക്കാനാ? ഒരു ദാനമില്ല, എൻ്റെ അടുത്ത് പണമില്ല, പിന്നെന്താ പറയേണ്ടത്, സൽക്കർമ്മങ്ങളുടെ സഞ്ചയമല്ല, പുണ്യമില്ല, ഒന്നുമില്ല. എന്നാ പോട്ടെ, കുറേ ചീത്ത തരണ്ടോ? കള്ളു കുടിക്കുമോ? കഞ്ചാവ് അടിക്കുമോ? ഒന്നുമില്ല. പിന്നെ എന്തുപേക്ഷിക്കാനാണ്? നല്ലതുമില്ല, ചീത്തയില്ല, പിന്നെ എന്തുപേക്ഷിക്കാനാണ്? ഉപേക്ഷിക്കണമെങ്കിൽ ഇവിടെ വല്ലതും വേണ്ടേ? ഒന്നുകിൽ നല്ലത് വേണം, അല്ലെങ്കിൽ ചീത്ത വേണം, എന്തെങ്കിലും സമ്പന്നത വേണം. വേണ്ട, എന്താ അഭിപ്രായം? അല്ലാണ്ട് എന്തുപേക്ഷിക്കാനാ? ചിന്തിക്കുക. അതുകൊണ്ട് ആദ്യം ധർമ്മം, പിന്നെ മതി പരാവിദ്യ. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഇവിടെ പരാചൈവ, പരാച എന്ന് പറഞ്ഞ ഗുരുനാഥൻ ആദ്യം വിസ്തരിക്കുന്നത് പരാവിദ്യയെ അല്ല, അപരാവിദ്യയാണ്. തൊട്ടക്കത്ത് തന്നെ പരാവിദ്യ കൊടുത്തേക്കരുത് ആൾക്കാർക്ക്. ശ്രദ്ധിക്കുക. നമ്മൾ കുറച്ച് ഉപനിഷത്ത് അവിടെ നിന്നൊക്കെ പഠിച്ചു, നാട്ടിൽ പോയിട്ട് മക്കളെയൊക്കെ വിളിച്ചു കൂട്ടി ഉപനിഷത്ത് പഠിപ്പിക്കുക. എന്താണ് പഠിപ്പിക്കുന്നത്? സന്യാസത്തിൻ്റെ ആദർശങ്ങൾ, ഒന്നും ആഗ്രഹിക്കരുത്. ദയവേത് പാടില്ല. കുട്ടികളോട് ആഗ്രഹിക്കാൻ പഠിപ്പിക്കണം, പരമാവധി ആഗ്രഹിക്കാൻ പഠിപ്പിക്കണം, പരമാവധി. കുട്ടികളെ നല്ല തല്ലും പിടിയും കൂടാൻ പഠിപ്പിക്കണം. അതാ വേണ്ടത്. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പം പറയാം കേട്ടോ. ചമകം പഠിപ്പിക്കണം, നമകം പഠിപ്പിക്കണം. നമകം വേണം, രണ്ടും വേണം. എനിക്ക് പണം വേണം, സ്വർണം വേണം, വെള്ളി വേണം, രത്നം വേണം, പത്നി വേണം, ലാപ്ടോപ്പ് വേണം, സ്മാർട്ട് ഫോൺ വേണം എന്നൊക്കെ ചമകം അവർക്ക് പഠിപ്പിക്കുക. ചെറുപ്പത്തിൽ ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചാൽ അവർ മന്ദന്മാരും മടിയന്മാരും അലസന്മാരും ആവില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തൊരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ദൈവങ്ങളെ നോക്കിക്കൊള്ളൂ. ശിവനാണെങ്കിൽ ശൂലവും പിടിച്ചിട്ട് നല്ല നിവർന്നിട്ട്, വിഷ്ണു ആണെങ്കിലോ ശംഖം, ചക്രം, ഗദ, പത്മം അല്ല നിവർന്ന് നാട്ടല് നിവർത്തി സമം കായ ശിരോഗ്രീവം. സുബ്രഹ്മണ്യനാണെങ്കിലോ വേലുവായിട്ട്. ഭഗവതിയാണെങ്കിൽ പറയണ്ട കേട്ടോ, 4 കൈ, 6 കൈ, 8 കൈ, 10 കൈ, 18 കൈ, 20 കൈ, ഒരു കൈയും വെറുതെ ഇല്ല, നല്ല വേട്ടി തിളങ്ങുന്ന ആയുധങ്ങൾ. ഇനിയിപ്പോൾ ആരെങ്കിലും ദക്ഷിണാമൂർത്തിക്ക് ആയുധമില്ല എന്നും പറഞ്ഞ് വന്നേക്കരുത്. ആ ജ്ഞാനായുധന് വേറൊന്നും ആവശ്യമില്ല. അവിടെ തപസ്സിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പൂർണ്ണതയാണ്. അവിടെ വേറെ ബാഹ്യായുധം ആവശ്യമില്ല. ഒന്ന് നോക്കിക്കോളൂ. ഇനി ഇത് മാത്രമോ? ആഭരണങ്ങൾ. നമ്മളെ ജ്വല്ലറിക്കാർക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത ആദ്യ ആഭരണങ്ങളാണ് അല്ലേ? ദേവിയുടെയും ദേവൻ്റെ ഒക്കെ ആഭരണങ്ങൾ നോക്കൂ, എന്താ കഥ. ഇന്നൊക്കെ പവനിപ്പോൾ 1,00,000 കവിഞ്ഞു എന്നാണ് പറയണത്. നമ്മളെ ദൈവങ്ങളൊക്കെ ഇട്ട ആഭരണങ്ങളുടെ എത്ര കോടീൻ്റെ ആഭരണവും ഭഗവാനെ ഉണ്ടാവുക. ഐശ്വര്യമാണ്. പാട്ട്, വസ്ത്രം, എന്താ വിഷ്ണുവിൻ്റെ ഒക്കെ പാട്ട്, നല്ല മഞ്ഞപ്പാട്ട്. ഐശ്വര്യമാണ്, സമ്പന്നതയാണ്, കരുത്താണ്, ദുർബലതയല്ല. ബലമസി ബലം മേ ദേഹി, അല്ലയോ പരമാത്മാവേ നീ ബലമാകുന്നു, എനിക്ക് നീ ബലം തരൂ എന്നല്ലാണ്ട് എനിക്ക് ദുർബലത തരൂ എന്ന് ഏതെങ്കിലും മന്ത്രം കാണിച്ചു തരൂ. വേദം മുഴുവൻ നോക്കിയിട്ട് ഒന്ന് കാണിച്ചു തരൂ. ഇപ്പം സമ്പന്നതയിലേക്ക്, കരുത്തിലേക്ക്, ശക്തിയിലേക്ക്
ഉയരാനുള്ള സന്ദേശമാണ് വേദം തന്നത്. അല്ലാതെ കൊച്ചു കുട്ടികളെ പിടിച്ചിരുത്തി അർത്ഥം അനർത്ഥം ഭാവയ നിത്യം എന്നൊന്നും പഠിപ്പിക്കരുത്. അത് വേദാന്ത വിദ്യാർത്ഥികൾ ജിജ്ഞാസുക്കളായി വന്നാൽ അവർക്ക് കൊടുക്കാം. ക്ലാസ് മാറി പഠിപ്പിക്കരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് പരാവിദ്യ ആദ്യം പറയുന്നില്ല, അപരാവിദ്യ ആദ്യം പറയുന്നു. വ്യക്തമാണല്ലോ? വ്യക്തമാവണേ. ഇത് നമ്മൾ മറന്നു പോകുന്നതാണ് ഈ കുഴപ്പം. കാരണം നമ്മൾ ഒരുപാട് വിപരീത പഠിപ്പിച്ചതേ. ഇതിൽ അച്ഛനും കുറ്റക്കാരനാണ്, അമ്മയും കുറ്റക്കാരിയാണ്, ഒക്കെ പഠിപ്പിച്ചത് നമ്മളെ തിരിച്ചിട്ടാ. അയ്യോ, ഒന്നും ആഗ്രഹിക്കരുതേ ഇല്ലേ, വായി കൈയിട്ടാ കടിക്കരുതേ, വലത്തെ കരണത്ത് അടി കിട്ടിയാ എടുത്ത് കാണിച്ചു കൊടുക്കണേ. പിന്നെന്താണ്, ആരെന്ത് ഇങ്ങോട്ട് അടിച്ചാലും അത് വിവരമില്ലാത്തതുകൊണ്ടാണ് മനസ്സിലാക്കണം. എവിടെ പോയിട്ട് നീ എന്താ പറയേണ്ടത്, ഒരു നിൻ്റെ മഹിമയായിട്ട് നിൻ്റെ കേമത്വമൊന്നും നീ പറയണ്ട, വെളിപ്പെടുത്തണ്ട. ഇങ്ങനെ പറഞ്ഞ് എല്ലാത്തിലും നമ്മളെ പിന്നോട്ട് നയിച്ചു. അവിടെ നമ്മളെ മക്കൾ 100 മാർക്ക് വാങ്ങിയ കുട്ടികൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ പരാജയപ്പെട്ട് തോറ്റ് പിന്നോട്ട് പോരും. ഇതൊരു കഷ്ടം അത്. കാരണം ഇന്ന് സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ് ലോകത്തിൽ. അവിടെ ആ മത്സരത്തിന് നടുക്ക് നമ്മുടെ മക്കൾക്ക് പിടിച്ചു കയറാൻ പറ്റാത്തതിന് ഇതൊക്കെ തന്നെയാണ് കാരണം. ഒന്ന് തിരുത്തി പറഞ്ഞു കൊടുക്കണം. വേദത്തിലേക്ക് പോകണം. വേദം പറഞ്ഞ ഇതൊന്നും അല്ല. അത് വളരെ ശ്രദ്ധിക്കണം. നോക്കൂ, സംശയമുള്ളൊരു ഒരു തൈത്തിരീയ ഉപനിഷത്തിൽ 1-ാമത്തെ വല്ലിയിലുള്ള ഒരു മന്ത്രം നോക്കൂ, ആലോചിച്ച് നോക്കൂ. യശ്ചന്ദസാം ഋഷഭോ വിശ്വരൂപഃ. വേദങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ സർവ പ്രകാരത്തിലുമുള്ള രൂപങ്ങളോടുകൂടിയ ഭഗവാൻ ഛന്ദോഭ്യോധ്യമൃത സംബഭൂവ. വേദങ്ങൾക്കുപരിയായിട്ട് ആ ഭഗവാൻ ഭവിച്ചു. എന്നിട്ടോ ആ ഭഗവാൻ എന്ത് ചെയ്യണം? സമേന്ദ്രോ മേധയാ സ്പൃണോതു. ആ ഭഗവാൻ എന്നെ നല്ല മേധാശക്തിയുള്ളവനാക്കട്ടെ, മന്ദനാക്കട്ടെ എന്നല്ല, നല്ല ബുദ്ധിശക്തിയുള്ളവൻ ആക്കട്ടെ. പോരാ, അമൃതസ്യ ദേവധാരണോ ഭൂയാസം. ഹേ ദേവ, ഞാൻ അമൃതത്വത്തെ ധരിക്കുന്നവനാകട്ടെ, ഞാൻ ചത്തുപോട്ടെ എന്നല്ല. ശരീരം മേ വിചർഷണം. എൻ്റെ ശരീരം നല്ല ശക്തിയുക്തമാകട്ടെ. എനിക്ക് ദേഹത്തിൻ്റെ ശക്തിയൊക്കെ പോട്ടെ എന്നല്ല, ശരീരം നല്ല ശക്തിയുള്ളതാവണം. ശക്തിയുള്ളതാവണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കണം വേണ്ടേ? വ്യായാമം ചെയ്യണം വേണ്ടേ? വേണ്ട? വേണം. നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വ്യായാമം ചെയ്യണം, ഒക്കെ ഉണ്ടാവണം. ഇതൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുക നമ്മൾ. ജിഹ്വാമേ മധുമത്തമാ. എൻ്റെ നാവ് നല്ല മധുരമുള്ളതാവണേ. നല്ല സംഭാഷണം, എല്ലാവരെയും ആകർഷിക്കാൻ പറ്റുന്ന സംഭാഷണ ശേഷി എനിക്ക് വേണം. ഏടാകൂടങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവരെ പിണക്കാൻ പാടില്ല. ജിഹ്വാമേ മധുമത്തമാ കർണാഭ്യാം ഭൂരി വിശ്രുവം. എൻ്റെ ചെവികളെ കൊണ്ട് നല്ലതൊരുപാട് കേൾക്കണം, കുറേ പഠിക്കാൻ കഴിയണം എനിക്ക്, നല്ല വിദ്യാഭ്യാസം എനിക്ക് വേണം. ബ്രഹ്മണകോശോസി മേധയാ പിഹിതഃ. മായ കൊണ്ട് മൂടപ്പെട്ട നീ സാക്ഷാൽ ബ്രഹ്മത്തിൻ്റെ കോശം തന്നെയാണ്. ശ്രുതം മേ ഗോപായ. ഞാൻ പഠിച്ചത് എന്നെ രക്ഷിക്കുമാറാകണേ. ആവഹന്തി വിതന്വാന. വിസ്തീർണമായി തീരണം. ഞാൻ പഠിച്ചത് എന്നെ രക്ഷിക്കണം, അത് വിസ്തീർണമായി തീരണം. പോരാ, കുർവാണാചീരമാത്മനഃ. എനിക്ക് അചിരം, അവിടെ വൈദികമാണ് ദീർഘം, ഒട്ടും താമസിയാതെ തന്നെ ഈ ഞാൻ പഠിച്ചത് വളരെ വിസ്തൃതമായി തീരണം. പോരാ, വാസാംസി മമ ഗാവശ്ച. എനിക്ക് ധാരാളം വസ്ത്രങ്ങൾ വേണം, കുറച്ചൊന്നും പോരാ.
ഒരുപാട് വസ്ത്രങ്ങൾ വേണം. എന്തിനാ? പിന്നെ പറയാൻ പോകുന്നുണ്ട് ശിഷ്യന്മാരുടെ അടുത്തേക്ക് പഠിക്കാൻ വരണമെന്ന്. അപ്പോൾ അവർക്ക് കുപ്പായം കൊടുക്കണ്ടേ, ഉടുക്കാൻ വസ്ത്രം കൊടുക്കണ്ടേ? അപ്പോൾ എൻ്റെ അടുത്ത് വേണ്ടേ? മക്കളെ നിങ്ങൾക്ക് തരാൻ വസ്ത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ പോട്ടെ പറയും. വാസാംസി ഗാവശ്ച, നല്ല പശുക്കൾ വേണം, പാല് വേണം. വിദ്യാർത്ഥികൾ വന്നാൽ അവർക്ക് നല്ല കരുത്തോടുകൂടി മേധയോടുകൂടി പഠിക്കാൻ കഴിയണമെങ്കിൽ അവർക്ക് പാല് കിട്ടണം, പാല് കൊടുക്കണം. പാല് കൊടുക്കണമെങ്കിൽ അതിനകത്ത് പശു ഇല്ല എന്ന് പറഞ്ഞാൽ പാലുണ്ടാവുക? ഇതാണ് കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കേണ്ടത്. ഇതിൽ മാറിപ്പോയതാണ് ഹിന്ദു സമൂഹത്തിന് വന്ന അപജയം. നോക്കൂ, അന്നപാനേച്ച സർവദാ, എപ്പോഴും തിന്നാനും കുടിക്കാനുള്ള വക ഉണ്ടാവണം, സർവദാ. എന്ന് വെച്ചാൽ എൻ്റെ ആശ്രമത്തിൽ അല്ലെങ്കിൽ പഠനശാലയിൽ അല്ലെങ്കിൽ വിദ്യാകേന്ദ്രത്തിൽ എപ്പോഴും സ്റ്റോറ് ഫുള്ളായിരിക്കണം, കാലിയാവരുത്. അന്നപാനേച്ച സർവദാ തത്തോമേ ശ്രീയമാവഹ, എനിക്ക് ഐശ്വര്യത്തെ കൊണ്ടുവന്നു തരൂ, എനിക്ക് ഐശ്വര്യത്തെ കൊണ്ടുവന്നു തരൂ. ലോമശാം പശുഭി സഹ സ്വാഹ, ധാരാളം രോമമുള്ള പശുക്കളോടുകൂടി ഐശ്വര്യം വരണം. എന്തിനാ രോമമുള്ള പശുക്കൾ? അത് വെട്ടിയെടുത്തിട്ട് വേണം കമ്പിളി ഉണ്ടാക്കാൻ, കമ്പിളി ഉണ്ടാക്കിയിട്ട് വേണം മക്കൾക്ക് പുതയ്ക്കാൻ കൊടുക്കാൻ. അതിനാ, അല്ലാണ്ട് എനിക്കിപ്പോൾ അത്രയ്ക്ക് ആവശ്യമൊന്നുമില്ല. അതാ പറഞ്ഞ ആമായന്തോ ബ്രഹ്മചാരിണ സ്വാഹ, എൻ്റെ അടുത്തേക്ക് ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കാൻ വരട്ടെ. അവർ വരുമ്പോൾ തയ്യാറാക്കാനായി ഇതൊക്കെ ആദ്യം ഇതൊക്കെ തയ്യാറാക്കണം, എന്നാലേ വിദ്യാർത്ഥികൾ വരുള്ളൂ. വെറുതെ കുറയണം വന്നിട്ട് കാര്യമില്ല. എങ്ങനെയുള്ളവരായിരിക്കണം? വിദ്യാർത്ഥികൾ വന്നു, വിദ്യാർത്ഥികൾ വന്നാൽ അവർ വെറുതെ ചുറ്റും കൂടി നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് വരുന്നവരെങ്ങനെയുള്ളവരായിരിക്കണം? വിമായന്ത ബ്രഹ്മചാരിണ സ്വാഹ, അവർ വിശേഷമായി അറിയുവാൻ ശക്തിയുള്ളവരായിരിക്കണം. പ്രമായന്ത ബ്രഹ്മചാരിണ സ്വാഹ, നല്ല അറിവ് സമ്പാദിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ബുദ്ധിമാന്മാരായ വിദ്യാർത്ഥികളാണ് വരേണ്ടത്. പഠിക്കാൻ അവർക്ക് താല്പര്യം വേണം. പഠിക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല. അപ്പോൾ കുറച്ച് പഠിക്കാൻ തുടങ്ങി അവർ പിന്തിരിയും, അത് പറ്റില്ല. നല്ല ദമായന്തോ ബ്രഹ്മചാരിണ സ്വാഹ, പാലുണ്ട്, പുതപ്പുണ്ട്, പണമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഇന്ദ്രിയ നിഗ്രഹം ഇല്ലാണ്ടായി പോവും, ഇല്ലേ? കാരണം എല്ലാ സാഹചര്യവും ഉണ്ട് ഗുരുകുലത്തിൽ. പാലുണ്ട്, ഇഷ്ടം പോലെ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ശരിയാവുമോ? പാകത്തിനല്ലേ കുടിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് പാകത്തിലല്ലാണ്ട് പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി എന്നുള്ളത് മാറിപ്പോവും. അപ്പോൾ നാളെ ഗുരുനാഥനോട് പറയും, ഗുരുനാഥ എനിക്ക് 2 കല്യാണം കൂടി കഴിച്ചു തരുമെന്ന് പറയും. എന്ത് സംശയം? അതുകൊണ്ട് അവർ ദമം ഉള്ളവർ ആയിരിക്കണം. ദമില്ലാച്ചാൽ പ്രശ്നമാണ്. ഗുരുനാഥൻ നോക്കുമ്പോൾ 2 പേരെയും കാണാനില്ല. ആരെ? പഠിക്കാൻ വന്ന 2 പേരും പോയി, ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കേണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കണം, പക്ഷെ പഠിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ പോരെ. എന്നാൽ 2 വിദ്വാൻമാർക്ക് സമൂഹത്തിൽ പ്രചരണം ചെയ്തൂടെ? പഠിക്കുന്നതിനിടയ്ക്ക് 2 കെട്ടിപ്പോയി കഴിഞ്ഞാൽ നഷ്ടമായില്ലേ? അതുകൊണ്ട് അവർ നല്ല ദമുള്ളവർ ആയിരിക്കണം. ശമായന്തോ ബ്രഹ്മചാരിണ സ്വാഹ, ശമുള്ളവരായിരിക്കണം, മനോനിയന്ത്രണമുള്ളവരായിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി പറയണത് നോക്കൂ, ഋഷിയായി പറയണത് യശോജനേ സാനി സ്വാഹ, ജനക്കൂട്ടത്തിൽ ഞാൻ നല്ല പേരുള്ളവനാവണം, പ്രസിദ്ധി വേണം. പ്രസിദ്ധി ഉണ്ടെങ്കിലേ ആൾക്കാർ പഠിക്കാൻ വരൂ. പ്രസിദ്ധി ഇല്ലെങ്കിൽ പഠിക്കാൻ വരില്ല. അതുകൊണ്ട് പ്രസിദ്ധി വേണം. ശ്രേയാൻ ഭസ്യസോ സാനി സ്വാഹ, എൻ്റെ സഹപാഠികളിൽ വെച്ച് ഞാൻ ഏറ്റവും പേരുള്ളവനാകണം, ഐശ്വര്യമുള്ളവനാകണം. കാരണം എൻ്റെ അടുത്തേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാൻ വരണമെങ്കിൽ ഞാൻ പേരുള്ളവനാവണം. അപ്പോൾ ചോദ്യം, അതൊരു ശരിയുണ്ടോ? മറ്റവരും പേരുള്ളവരാവണ്ടേ? അവരും പ്രാർത്ഥിച്ചോട്ടെ, എനിക്കുള്ളതാ പണി, അവർക്കും പ്രാർത്ഥിച്ചൂടെ? ശരിയല്ലേ? ചില ആൾക്കാർ വന്ന് പറയാം, സ്വാമി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കല എൻ്റെ പണി. നീ പ്രാർത്ഥിക്കുക നിനക്ക് വേണ്ടി. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടോ? അതായത് ഹിന്ദു ധർമ്മമാണ് നമ്മളത്. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടോ? എന്താ അഭിപ്രായം? ഉണ്ടോ?
ഇല്ല. വിശുദ്ധ പത്രോസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, അത് നമുക്കില്ല. അതിനെ നമ്മൾ കുറ്റം പറയുന്നില്ല, ഒരിക്കലും നമ്മൾ നിന്ദിക്കുന്നില്ല. അത് ക്രിസ്തീയ രീതിയാണ്. ഹൈന്ദവ രീതിയിൽ അതില്ല. വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതില്ല. മധ്യസ്ഥ പ്രാർത്ഥനയില്ല. ചിന്തിക്കുക. അപ്പോൾ ഇവിടെ പറയണത് നല്ല നല്ല യഥാപപ്രവതായന്തി യഥാ മാസ അഹർജരം ഏവം മാം ബ്രഹ്മചാരിണോ ധാതരായന്തോ സർവത സ്വാഹ എന്ന് പറയണമെങ്കിൽ നല്ല കുത്തിയൊഴുകി പോകുന്ന ജലരാശിയെ പോലെ, മാസങ്ങളുടെ നിരന്തരമായ ചക്രഗതി പോലെ എന്നിലേക്ക് ബ്രഹ്മചാരിമാർ വരണം. കുത്തിയൊഴുകുന്ന ജലരാശി പോലെ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തിയിൽ വരണം. പക്ഷേ ഈ ബ്രഹ്മചാരി അടിഞ്ഞുകൂടി ഇവിടെ തന്നെ ഇരിക്കരുത്. പഠിച്ചു കഴിഞ്ഞാൽ അവൻ പോകണം, അവൻ്റെ പണി എടുത്തോളണം, പുതിയ ആൾ വരണം. അതാണ് മാസാഹർജരം എന്ന് പറഞ്ഞത്. ഇല്ലേ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം കഴിഞ്ഞ് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ചിങ്ങായി. അതുപോലെ മാസങ്ങൾ അഹർജരത്തെ പ്രാപിക്കുന്നത് പോലെ വിദ്യാർത്ഥികൾ പുതിയത് വന്നുകൊണ്ടിരിക്കണം. എന്തൊരു കാഴ്ചപ്പാടാന്ന് നോക്കും. ഇതിൽ നമ്മൾ മാറിപ്പോയി. പണം ആഗ്രഹിക്കരുത്, ശക്തി ആഗ്രഹിക്കരുത്. എല്ലാം ഉപേക്ഷിക്കേണ്ട ആളുണ്ട്, അത് പറഞ്ഞാൽ പോരെ. അത് ലക്ഷക്കണക്കിൽ ഒരാളോട് പറയേണ്ടതാണ്. എല്ലാം ഉപേക്ഷിക്കണം വെച്ചാൽ ആദ്യം എല്ലാം ഉണ്ടാവണ്ടേ? എല്ലാം ഉണ്ടാവാണ്ട് എന്തുപേക്ഷിക്കാനാ? ഞാൻ പണം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു വിചാരിച്ചോളൂ. പണം ഉണ്ടാവണ്ടേ? അല്ല, അച്ഛൻ തന്ന പണമുണ്ട്, അത് നീ ഉപേക്ഷിക്കാൻ നീ ആളല്ല, അച്ഛൻ ഉപേക്ഷിച്ചോട്ടെ. നീ ഉണ്ടാക്കിയ പണം നീ ഉപേക്ഷിക്കുക. പിന്നല്ല, അത് സമ്മതിച്ചു. ചോദ്യത്തിനല്ലേ മറുപടി? എന്താ പറയണത്? അത് അപ്രസക്തമായി പോവുകയാണ്. അത് അപ്രസക്തമായി കൊഴിഞ്ഞു പോവുകയാണ്. അപ്രസക്തമായി കൊഴിഞ്ഞു പോകണമെങ്കിൽ ആദ്യം വല്ലതും വേണ്ടേ? ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ തല്ലുന്നില്ല. ആരാ? കൈ രണ്ടും ഒടിഞ്ഞു കിടക്കുക. എന്ത് കാര്യം? എടാ, നല്ല കൈക്കരുത്തുണ്ടെങ്കിൽ പേടിച്ചവനെ പൂട്ടാനുള്ള കെൽപ്പുള്ളവൻ പറയാണ് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു വില ഉണ്ട്, ഇല്ലേ? ശരിയല്ലേ പറഞ്ഞ? അതെ. ഇന്ന് ഞാൻ ഉപവാസ വ്രതത്തിലാണ്, വീട്ടിൽ ഒരു വസ്തുവില്ല, ഒരു മണി അരിയില്ല, അപ്പോഴാ ഉപവാസ വ്രതം. എന്താ അർത്ഥമുള്ള? എല്ലാ സാധന സാമഗ്രികളും ഉണ്ടെങ്കിൽ ഉപവാസത്തിനൊരു മഹിമയുണ്ട്. അല്ലാണ്ട് എന്ത് ഉപവാസം? ചിന്തിക്കുക. അതുകൊണ്ട് ആദ്യം അപരാവിദ്യ, അതാണ് പറയണത്. അക്കൂട്ടത്തിൽ അപരാവിദ്യ ആദ്യം പറയാം. എന്താണ്? ഋഗ്വേദോ യജുർവേദ സാമവേദോ ധർവവേദ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. നോക്കണേ, ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ. എന്താപ്പത് മനസ്സിലാവണില്ലല്ലോ? ഒരു സംശയം ഇല്ല, സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മഹിമയാണത്. കാരണം ഈ ധർമ്മത്തിൻ്റെ മൂലം വേദമാണ്. വേദോഖിലോ ധർമ്മമൂലം. വേദത്തിൻ്റെ മൂലം ധർമ്മമാണ്, ധർമ്മത്തിൻ്റെ മൂലം വേദമാണ്. വേദത്തിൽ അധിഷ്ഠിതമാണ് ധർമ്മം. വേദമാണ് നമുക്ക് പരമപ്രമാണം, ഒരു സംശയമില്ല. ഈ പറഞ്ഞാൽ ഒന്നും സംശയമില്ല. അങ്ങനെ പരമപ്രമാണമായ ധർമ്മമൂലമായ വേദത്തെ സംബന്ധിച്ച് ഋഷി പറയുകയാണ്, ഇത് പരയാട്ടോ. ഇത് ലോകത്തിൽ വേറെ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? ഈ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ബൈബിളിനെ നീ അതിക്രമിക്കണം എന്നൊരു ക്രിസ്ത്യാനിക്ക് പറയാൻ പറ്റില്ല. ഖുറാനെ നീ അതിക്രമിക്കണം എന്ന് ഒരു ഇസ്ലാമിന് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അവൻ സൂഫി ആയി മാറി. അവനെ പിന്നെ അവന് ഒഴിവാക്കി, മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കി.
അത് തന്നെയാ പറഞ്ഞത്. അത് തന്നെയല്ലേ ഹിന്ദുവിൻ്റെ, അത് തന്നെയല്ലേ സനാതന ധർമ്മത്തിൻ്റെ മഹിമ പറഞ്ഞത്. നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്ന് പറയണത് സനാതനധർമ്മം മാത്രമാണ്. അതിനല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് അപരാവിദ്യയാണ്, ഇത് പരയല്ല എന്ന് വെച്ചാൽ അത് പഠിക്കണ്ടെന്നാണോ? അല്ല, വേദിതവ്യേ, പഠിക്കണം എന്നാ പറഞ്ഞത്. പക്ഷെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുക ഇത് അപരയാണ്, പര ഇതിനപ്പുറത്താണ്. ഇതൊരു കാഴ്ചപ്പാടാ. നമ്മൾ ഗീതാധ്യാനം പഠിച്ചിട്ടുണ്ടാവും. അവിടെ ഏനത്വയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. അങ്ങനെയുള്ള വിശാലബുദ്ധിയായ വ്യാസനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ. എന്തൊരു കാഴ്ചപ്പാടാണ്, നമുക്ക് ആലോചിച്ച് നോക്കൂ. അവിടെ ജ്ഞാനമാകുന്ന വിളക്ക് ജ്വലിക്കുന്നതിനുള്ള എണ്ണയാണ് മഹാഭാരതം. മഹാഭാരതത്തെ ദീപമായിട്ട് പറഞ്ഞില്ല, ജ്ഞാനമാണ് ദീപം. ആ ജ്ഞാനമാകുന്ന ദീപത്തെ ജ്വലിപ്പിക്കുന്നതിനുള്ള എണ്ണയാണ് മഹാഭാരതം. എണ്ണ കത്തി 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 ഇല്ലാണ്ടാവും. അതിനല്ല പ്രസക്തി. പ്രസക്തി ഏതിനാ? ദീപത്തിനാണ്. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ വീക്ഷണം. ഇതാണ് ഹിന്ദുവിൻ്റെ മനസ്സ്. ഇതിന് വലിയ മഹിമയാണ്. അത് തന്നെ എവിടെയും ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നുള്ളതാണ് നമുക്ക് പരമമായ പ്രമാണം, സംശയമില്ല. പക്ഷേ അതൊക്കെ അപരയാണ്. പഠിക്കേണ്ടെന്നല്ല, ആദ്യം അതാ പഠിക്കേണ്ടത്. പക്ഷെ അത് പഠിച്ചാലും അതിനെ അതിക്രമിക്കേണ്ടതുണ്ട്. നമ്മളെന്ത് വിചാരിച്ചു? എന്തായാലും അതിക്രമിക്കേണ്ടതല്ലേ, ആദ്യമേ പഠിക്കേണ്ടെന്ന് വിചാരിച്ചു. അതാണ് നമുക്ക് പറ്റിയ കുഴപ്പം. ആദ്യമേ പഠിക്കേണ്ടെന്ന് നിശ്ചയിച്ചു. ഇതൊക്കെ എന്തായാലും ഉപേക്ഷിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ആദ്യമേ വേണ്ട. എന്ത് ചെയ്യും? ഒന്നിനും കൊള്ളാത്തൊരു വർഗമായിപ്പോയി. അതാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ നശിക്കുക എന്നുള്ള വാക്ക് ദയവീത് ഉപയോഗിക്കരുത്. ക്ഷയിക്കാനുള്ള എന്ന് പറഞ്ഞാൽ മതി. ക്ഷയിക്കാനുള്ള കാരണം അത് തന്നെയാണ്. ഒരു തരം ദൗർബല്യത്തെ നമ്മൾ ഉദാരമായി പഠിപ്പിച്ചു, ദാരിദ്ര്യത്തെ ശ്രേഷ്ഠമായി പഠിപ്പിച്ചു, ദുർബലതയെ മഹിമയായി പഠിപ്പിച്ചു. എന്താ പറ്റിയത്? ഇപ്പോൾ ഉഷാറായി വരുന്നുണ്ട്. എങ്ങനെയാണ് ഉഷാറ്? താനേ ഉഷാറാവണതാ. എത്രയോ മഹാത്മാക്കൾ വേദത്തിൻ്റെ പരമ താല്പര്യത്തെ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഉഷാറായി വരുന്നത്, അല്ലാണ്ട് വെറുതെ അല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മഹാപുരുഷന്മാരാ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ. സന്യാസിമാരും ഗൃഹസ്ഥന്മാരും ബ്രഹ്മചാരിമാരും ഒക്കെ ആയിട്ടുള്ള എത്ര ഗുരുനാഥന്മാർ. കുറച്ചൊന്നുമല്ല. ഒരു 50 കൊല്ലം മുമ്പ് കേരളത്തിൽ എത്ര കളരി ഉണ്ടായിരുന്നു? ഇപ്പം എത്ര ഉണ്ട്? ഇപ്പോൾ വളരെ കൂടുതലുണ്ട്. ഒരു 50 കൊല്ലം മുമ്പ് കേരളത്തിൽ വേദം പഠിക്കാൻ എത്ര സാധ്യത ഉണ്ടായിരുന്നു? അതിൻ്റെ 1000 ഇരട്ടി ഇപ്പോൾ ഉണ്ട്. തന്ത്രം, പൂജ ഇത്യാദി പഠിക്കാൻ 50 കൊല്ലം മുമ്പുള്ളതിൻ്റെ 1000 ഇരട്ടി ഇന്ന് സാധ്യതയുണ്ട്. അത്രയധികം പേര് പഠിപ്പിക്കുന്നുണ്ട്. എവിടേക്കും പോകണ്ട, അവനവൻ്റെ വീട്ടിലിരുന്നാൽ ഓൺലൈനായിട്ട് ഇങ്ങോട്ട് കിട്ടും. അത്ര വരെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് സാധ്യതകളാണ് നമുക്കുള്ളത്. അത് വെറുതെ അങ്ങോട്ട് ഉഷാറാവുമൊന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ കർത്തവ്യമാണ് ഇത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ളത്. കൊടുക്കണമെങ്കിൽ കയ്യിൽ വേണ്ടേ? തലമുറയും വേണം. അത് പ്രധാനമാണ്. തലമുറയും വേണം. അത് തലമുറ ഇല്ല, ഒക്കെ തലമുറയന്മാരായി. തലമുറയേ ഇല്ല. പിന്നെ ഇപ്പം എന്താ ഉള്ളത്? തലമുറയന്മാർ. അതെ, എന്താ ചെയ്യാം?
എന്താ പറ്റണമെന്ന് അറിയില്ല. നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, ഒന്നുകിൽ ഞങ്ങളെ കമ്പനിയിലേക്ക് വരിക ചെറുപ്പത്തിൽ തന്നെ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ആരോഗ്യമുള്ളപ്പോൾ കല്യാണം കഴിക്കുക, 4 കുട്ടികളെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ചെറുപ്പത്തിലേ ഞങ്ങളെ ഗ്രൂപ്പിലേക്ക് വരണം. എനിക്ക് കല്യാണവും വേണ്ട കുട്ടിയും വേണ്ട എന്ന് വിചാരിച്ചിട്ട് വരിക, അല്ലെങ്കിൽ കല്യാണം കഴിക്കുക. മൂന്നാമതൊന്നുമില്ല. വല്ലാത്തൊരു അധപ്പതനാണ് നമുക്ക്, വല്ലാത്ത അധപ്പതനം. ഓരോ ആശ്രമമായി ബന്ധപ്പെട്ട് ചെറുപ്പക്കാർ ഒരു 10-50 പേരെങ്കിലും ഉണ്ടാവും, നത്തും അല്ല കുമ്മനും അല്ല എന്ന്. അതേ വലിയ സങ്കടമാണ്. ഒരു സൈഡ് ബാഗും തൂക്കി ആശ്രമങ്ങൾ തോറും പോകുക തന്നെ പണി. പ്രൊഫഷണൽ കേൾവിക്കാർ. ഇത് സങ്കടം എന്നാലോചിച്ച് നോക്കും. ഇവിടെ ഇപ്പം അധികം പറഞ്ഞിട്ട് ഗുണമൊന്നുമില്ല, എന്നാലും കുറച്ച് പേർക്ക് ഗുണമുണ്ട്, അതുകൊണ്ടാണ് പറയണത്. ശരി. അതുകൊണ്ട് തലമുറ ഉണ്ടാവണം, ധാരാളം മക്കൾ നമുക്ക് വേണം. പിന്നെ ഞാനൊരു ഡോക്ടർ വന്നു ആശ്രമത്തിൽ. വലിയൊരു ഡോക്ടറാണ്, മെഡിക്കൽ. അയാൾ പറഞ്ഞു, സ്വാമി ഞാൻ സ്വാമിനെ പരിചയപ്പെടാൻ വന്നതാണ്. ആയിക്കോട്ടെ, സന്തോഷം. എനിക്ക് 4 കുട്ടികളുണ്ട്. സന്തോഷം, കേട്ടപ്പോൾ തന്നെ സന്തോഷം. ചെറുപ്പക്കാരനാണ്. ഞാൻ പറഞ്ഞു, ഇനിയും സ്കോപ്പ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഇഷ്ടംപോലെ പൈസ ഉണ്ട്, പിന്നെന്താ പ്രശ്നം. അയാൾ അഭിമാനത്തോടുകൂടി പറഞ്ഞു 4 കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരാ വേണ്ടത്. മറ്റു രാജ്യത്താണ് അയാൾ ജോലി ചെയ്യണത്. കുറേ ക്ലിനിക്കുകളൊക്കെ ഉണ്ട്, 2-3-4 ക്ലിനിക്കുണ്ട്. ദുബായിലുണ്ട്, അലൈനിലുണ്ട്, ഷാർജയിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. അല്ലെങ്കിൽ ചെറുപ്പത്തിലെ ഞങ്ങളെ ഗ്രൂപ്പിൽ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത തലമുറയില്ല. അത്ര അപകടത്തിലേക്കാണ് പോകേണ്ടത്. ആർക്കെങ്കിലും ഈ പറഞ്ഞ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറ്റിയ സമയമാണ്. നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ എല്ലാവർക്കും കിട്ടും. ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കും. ഇപ്പോൾ 2002 SIRൻ്റെ ഡൗൺലോഡ് ചെയ്യുക, ഇപ്പോഴത്തെ അപ്ഡേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഒന്ന് വായിച്ചു നോക്കും, ഞെട്ടിപ്പോവും. വെറും 22 കൊല്ലം കൊണ്ട് എത്ര % ഹിന്ദു കുറഞ്ഞു എന്നുള്ളത് അതിൽ കാണും. എത്ര % ക്രിസ്ത്യാനി കുറഞ്ഞു എന്നുള്ളത് കാണും. എത്ര % മുസ്ലിം കൂടി എന്നുള്ളതും കാണും. ഒന്ന് നോക്കിക്കോളൂ. മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അപകടമാണ്. ഇത് ഇരിക്കാൻ ഇടണ്ടാവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ഉദ്യോഗസ്ഥരാകണം എന്ന് കുട്ടികളെ പഠിപ്പിക്കരുത്. പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് നല്ല വ്യവസായ സംരംഭകരാവണം, നല്ല ജോലിക്കാരാവണം, നല്ല പാട്ടുകാരാവണം, നല്ല ഡാൻസുകാരാവണം. വ്യത്യസ്ത മേഖലകളിൽ നമ്മുടെ മക്കൾ വളരണം എന്നുള്ള സന്ദേശം കൊടുക്കണം. ഇത് വളരെ പ്രധാനമാണ്. ശരി, സാന്ദർഭികമായി വിഷയം വന്നതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന 4 വേദങ്ങളും പറഞ്ഞു. ഓരോന്നിലും ശാഖാഭേദങ്ങളുണ്ട്. ഋഗ്വേദത്തിന് തന്നെ 21 ശാഖ ഉണ്ടായിരുന്നു. യജുർവേദത്തിന് തന്നെ 109 ശാഖകളുണ്ടായിരുന്നു. സാമവേദത്തിന് 1000 ശാഖകളുണ്ടായിരുന്നു. അഥർവവേദത്തിന് 50 ശാഖകളുണ്ടായിരുന്നു. അങ്ങനെ 1180 ശാഖകളുണ്ടായിരുന്നു. ഓരോന്നിലും സംഹിതയും ബ്രാഹ്മണവും ആരണ്യകവും ഉപനിഷത്തും. എത്ര ബൃഹത്തായൊരു ഗ്രന്ഥം! അതൊന്നും വായിച്ചില്ല പഠിച്ചില്ല വെച്ചാലും ഇതൊരു ഗ്രന്ഥരാശിയുടെ വൈപുല്യം കാണുമ്പോൾ തന്നെ ഒരു അഭിമാനമല്ലേ. ഈ ഇത്രയ്ക്ക് വലിയ നിധികളുടെ പിന്മുറക്കാരും ഉടമസ്ഥന്മാരുമാണ് നമ്മളെന്നുള്ള
ഒരറിവെങ്കിലും നമുക്ക് അഭിമാനം നൽകില്ലേ? ഒന്ന് ചിന്തിക്കുക. അതുകൊണ്ട് നല്ല തരം ബൈൻഡിങ്ങിൽ ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ എനിക്ക് വായിക്കാൻ അറിയില്ല വെച്ചാലും വാങ്ങി വീട്ടിൽ വെക്കണം എന്നാണ് പറയാനുള്ളത്. നമ്മൾ കുട്ടികളൊന്ന് കാണട്ടെ. ഇത്ര വലിയൊരു ഗ്രന്ഥരാശി നമ്മുടെ ഋഷിമാർ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നിരുന്നു എന്ന് അവർ മനസ്സിലാക്കട്ടെ. എല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അത് വാങ്ങി നല്ല കാണുന്ന സ്ഥലത്ത് അലമാരിലൊക്കെ വയ്ക്കുക. സ്വാമി എനിക്ക് വായിക്കാറില്ല. നിനക്ക് വായിക്കണ്ടോ? നിന്നെ വായിക്കാനല്ല പറഞ്ഞത്. കുട്ടികൾ കണ്ട് അഭിമാനിക്കട്ടെ. കാരണം കേവലം ഒരു പുസ്തകം കൊണ്ടാണ് ഇവരെ മാറ്റാൻ നടക്കുന്നത്. ഈ ലക്ഷം ഉള്ള ആളെ മാറ്റണത് ഒന്നുള്ളവനാ. എന്തൊരു കഷ്ടം. കാരണം ഇവിടെ ഒന്നെന്ന് പോലും അറിയില്ല. വസ്തുതയാണ് പറയണത്, വെറുതെ പറയല്ല അതൊന്നും.